ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ചന്ദ്രിക വിഷമത്തോടെ അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിൽ കയറിയിട്ടില്ല. നടയിൽ ഇരുന്നു കൊണ്ട് വിഷമിക്കുകയാണ്. അവിടെ സ്വാമി വന്നിട്ട് പറയാണ്, എന്താ മോളെ അമ്പലത്തിലേക്ക് വന്നിട്ട് തൊഴാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല സ്വാമി, മനസ്സിന് നല്ല പ്രയാസം, അതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ സന്നിധിയിൽ ഇരുന്നിട്ട് കയറാമെന്ന് വിചാരിച്ച്. ശരി മോളെ. ശരി മോളെ, ശരി. സമാധാനത്തിൽ കുറച്ചു നേരം ഇരുന്നിട്ട് പോയാൽ മതി. പിന്നെ സിദ്ധു ചന്ദ്രികയുടെ അടുത്ത് വന്നു എന്നതും ചന്ദ്രിക അറിഞ്ഞില്ല. എന്നിട്ട് സിദ്ധു വിളിക്കുകയാണ്, ചന്ദ്രികയെ. വരൂ സാർ. സാറെന്താ ഇവിടെ? ഞാൻ കാറിൽ പോകുമ്പോൾ നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പിന്നെ സിദ്ധു ചോദിക്കുകയാണ്, പിന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചോ? ഇല്ല സാർ, ഞാൻ അകത്തേക്ക് കയറിയില്ല, ഇനി വേണം തൊഴാൻ. ശരി, ഇതാ ഈ പൂ തലയിൽ വെച്ചോ എന്ന് പറഞ്ഞ് സിദ്ധു ഒരു പൂവിൻ്റെ കെട്ട്, പൂമാലയുടെ ഒരു കെട്ട് കൊടുക്കുകയാണ് സിദ്ധു. വാങ്ങിക്കേ. എന്തിനാ സാർ ഇതൊക്കെ വാങ്ങിയിട്ട് വന്നത്? എനിക്ക് വേണ്ട. എന്താ ചന്ദ്രികയെ വാങ്ങാത്തെ? എന്ത് പറ്റി? ഇന്നലെ നടന്നതൊക്കെ ഓർത്തിട്ട് മനസ്സിൽ വല്ലാത്ത വെറുപ്പ് തോന്നുക സാർ. ഞാൻ കാരണം എൻ്റെ അച്ഛനമ്മമാർക്ക് ഇത്ര വലിയ അപമാനം ഉണ്ടായില്ലേ? അമ്മാവനും അമ്മായിയും അവരെ രണ്ടുപേരെയും വല്ലാതെ അപമാനിച്ചു. ആ മനോഹരൻ അച്ഛനെ ഉപദ്രവിച്ചു, താഴെ തള്ളിയിട്ടു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ സാറിനെ സ്നേഹിച്ചതുകൊണ്ടല്ലേ? ഞാൻ സാറിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് ഈ അപമാനമൊന്നും എൻ്റെ അച്ഛനമ്മമാർക്ക് വരില്ലായിരുന്നു. അത് കേട്ട് സിദ്ധു വിഷമത്തോടെ വിളിക്കുകയാണ്, ചന്ദ്രികയെ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ അച്ഛനോ അമ്മയും അവരോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന് ഇന്നലെ ഞാൻ അവരുമായിട്ട് വഴക്കിട്ടതേയുള്ളൂ. താങ്കളുടെ ദേഹത്ത് കൈവച്ച ആ മനോഹരൻ്റെ കൈ ഞാൻ ഒടിയുന്ന രീതിയിൽ തല്ലിയിട്ടുമുണ്ട്. സാറിൻ്റെ അച്ഛനമ്മമാരുമായിട്ട് വഴക്കുണ്ടാക്കിയതുകൊണ്ടോ ആ മനോഹരനെ തല്ലിയതുകൊണ്ടോ എൻ്റെ അച്ഛനമ്മമാർ അപമാനിച്ച അപമാനം ഇല്ലാതാകുമോ? ഒരിക്കലുമില്ല. എങ്ങനെ കഴിഞ്ഞിരുന്നവരാ ഇപ്പം ഞാൻ കാരണം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോൾ? ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഒരു പക്ഷേ ഞാനാണ് അവരുടെ മകളെന്ന് അറിയാതിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അവരുടെ മകളാണെന്ന് എന്ന് കണ്ടുപിടിച്ചോ അന്നു മുതലാണ് മേഘയ്ക്ക് അത്യാകൃതി ഉണ്ടായി സ്വത്തുക്കളെല്ലാം അവൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. കുടുംബത്തിലെ എല്ലാവരും ശത്രുക്കളായി മാറി. എല്ലാം ഞാൻ കാരണമല്ലേ സാർ? സിദ്ധു ചോദിക്കുകയാണ് ചന്ദ്രികയെ. എന്തിനാ ചന്ദ്രികയെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നീ വന്നാലും ഇല്ലെങ്കിലും അങ്കിളിനെയും ആൻറ്റിയെയും എങ്ങനെയും പറഞ്ഞു പറ്റിച്ച് അവൾ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അവൾക്ക് എപ്പോഴാണ് അങ്കിളിനോടും ആൻറ്റിയോടും സ്നേഹം ഉണ്ടായിരുന്നത്? അവൾക്ക് ആവശ്യം പണം മാത്രമായിരുന്നു. അതിനുവേണ്ടി മാത്രമേ അവൾ സംസാരിക്കുകയോ ഇടപഴകുകയോ മറ്റെന്തും ചെയ്യൂ. ചന്ദ്രികയെ, അവൾക്ക് സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് പോലും അറിയില്ല. നോക്ക് ചന്ദ്രികയെ, നടന്നതൊക്കെ ഓർത്ത് നീ ഇങ്ങനെ വിഷമിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആദ്യം നീ ഈ പൂവ് തലയിൽ വെക്കാൻ നോക്ക്. എൻ്റെ മനസ്സ് ശരിയില്ല സാർ. എൻ്റെ മനസ്സ് മുഴുവൻ ദേഷ്യ. അത് എങ്ങനെ ഞാൻ പ്രകടിപ്പിച്ച് തീർക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ചന്ദ്രികയെ, നിൻ്റെ ദേഷ്യം കുറയാൻ ഒരു വഴിയുണ്ട്, പറയട്ടെ? പിന്നെ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, അങ്കിളിനെയും ആൻറ്റിയെയും അപമാനിച്ചത് എൻ്റെ അച്ഛനും അമ്മയും അല്ലേ? നിൻ്റെ ദേഷ്യം തീരുന്നത് വരെ നീ എന്നെ ശിക്ഷിച്ചോളൂ. പിന്നെ ഉറപ്പായും നിൻ്റെ ദേഷ്യം കുറയും. സാറിനെ തല്ലിയാൽ എൻ്റെ ദേഷ്യം എങ്ങനെ മാറാനാ? നോക്ക്, ഞാൻ അവരുടെ മകനല്ലേ, അവർ ചെയ്ത തെറ്റിന് ശിക്ഷ ഞാൻ ഏറ്റെടുക്കാം. അങ്ങനെയാണോ? സാറിൻ്റെ അച്ഛനമ്മമാർ അങ്ങനെ പെരുമാറിയതിന് ശിക്ഷയായി ഒരു 10 ഏത്തട്ടെ. ഏത്തല്ലേ? അത് 10 എണ്ണമല്ല, ഒരു 100 എണ്ണം വേണമെങ്കിൽ ഞാടാം. പക്ഷേ ഒരു 10 ഏത്തിട്ടാൽ നിന്റെ ദേഷ്യം കുറയുമല്ലോ അല്ലേ? കുറയും. എന്നാൽ ഏത്ത ഇട്ടിട്ട് തന്നെ കാര്യം. പിന്നെ ചന്ദ്രികയുടെ മുമ്പിൽ സിദ്ധു ഏത്തയിടാൻ തുടങ്ങി. 10. ചന്ദ്രികയെ, ഇപ്പോൾ ദേഷ്യം കുറഞ്ഞോ? ഇനിയും കുറഞ്ഞില്ല. ശരി, ഇനി വേറെ എന്താ ചെയ്യണ്ടേ? ഒരു 2 പ്രാവശ്യം തലകുത്തി മറിഞ്ഞേ. അത് ശരി, എന്നാൽ ചെയ്തിട്ട് തന്നെ കാര്യം. ഇതാ കണ്ടോ? അപ്പം തന്നെ സിദ്ധു തലകുത്തി മറിയുകയും ചെയ്തു. അത് കണ്ട് ചന്ദ്രിക ചിരിക്കുകയാണ് സന്തോഷത്തോടെ. ചന്ദ്രിക സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് സിദ്ധു ചോദിക്കുകയാണ്, മാഡം ഇപ്പോഴെങ്കിലും ദേഷ്യം കുറഞ്ഞിട്ടുണ്ടോ? കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അയ്യോ, ആശ്വാസമായി എന്ന് പറഞ്ഞ് സിദ്ധു ചന്ദ്രികയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. നീ ചെയ്യേണ്ടത് ഈ പൂവ് തലയിൽ വെച്ചിട്ട് ഭഗവാനെ തൊഴണം. എന്ന് പറഞ്ഞ് ചന്ദ്രിക പൂവിൻ്റെ കെട്ട് കഴിക്കുകയാണ്. ചന്ദ്രിക പിന്നെ ആ പൂവ് നിവർത്ത് തലയിൽ ചൂടുകയാണ്.
അത് കണ്ട് സിദ്ധു സന്തോഷത്തോടെ നോക്കുകയാണ്. ആ സമയത്ത് ഒരു പാട്ടാണ്. പൂവും തലയിൽ ചൂടി രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒരുപാട് സമയം അവിടെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയും പരസ്പരം ചിരിക്കുകയും സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ഒക്കെ ചെയ്യാണ്. ആ സമയത്ത് നല്ലൊരു പാട്ടാണ് അവിടെയുള്ളത്. പിന്നെ ചന്ദ്രികയും സിദ്ധുവും ക്ഷേത്രത്തിൻ്റെ അകത്ത് തൊഴാൻ വേണ്ടി കയറിപ്പോയി. അപ്പോൾ അവിടുന്ന് സ്വാമി ചോദിക്കുകയാണ്, എന്താ മോളെ, മനസ്സിലെ വിഷമമൊക്കെ മാറിയോ? മാറി സ്വാമി. അവരുടെ പേരിലെ അർച്ചന? സിദ്ധു സാറിൻ്റെ. ഏയ് സ്വാമി, ചന്ദ്രികയുടെ പേരിൽ മതി. രണ്ടുപേരുടെ പേർക്കും ചെയ്തേക്കാം. തന്നേ. സ്വാമി അർച്ചനയൊക്കെ ചെയ്ത് പ്രസാദമൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അതേസമയത്ത് സിദ്ധു വാങ്ങിച്ചിട്ട് പറയാണ്, ചന്ദ്രികയെ എന്ന് പറഞ്ഞ് സിന്ദൂരമൊക്കെ സിദ്ധു തന്നെ അവൾക്ക് തൊട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴാണ് അമ്പലത്തിൽ നിന്നും മണിയടിച്ചത്. അപ്പോൾ സിദ്ധു പറയാണ്, കണ്ടില്ലേ, ഭഗവാന് പോലും സമ്മതാ. സാർ ഇവിടെ നിൽക്കണേ, ഞാൻ ശ്രീകോവിൽ ചുറ്റിയിട്ട് വരാം. പക്ഷേ സിദ്ധു അവിടെ നിൽക്കാതെ ചന്ദ്രികയുടെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ചന്ദ്രിക തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് സിദ്ധുവിനെ കാണാണ്. സാറെന്തിനാ വന്നത്? ചന്ദ്രികയെ നിനക്കറിയില്ലേ, ഈ ക്ഷേത്രത്തിൽ ഒരുപാട് കള്ളന്മാരുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കാൻ വന്നതാ. കള്ളന്മാരോ? അതെ, ഈ ക്ഷേത്രത്തിലോ? എനിക്കറിയാവുന്നിടത്തോളം ഒരേ ഒരു കള്ളനെ ഇപ്പോൾ ഉള്ളൂ. ഇത് ചോദിക്കാണ്, അതാരാ? സാറ് തന്നെ. ഓ, ഇതിലും വലിയൊരു കള്ളൻ ഇവിടെ എങ്ങും ഉണ്ടാവില്ല. അതും കറക്റ്റാ. ഞാൻ നിൻ്റെ മനസ്സ് മോഷ്ടിച്ചതല്ലേ. ശരി, വന്നാട്ടെ, പോയി പോലീസിൽ പിടിച്ചു കൊടുക്കാം. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ നടന്നുപോയി. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഓഫീസിലാണുള്ളത്. അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മേഘയും അങ്ങോട്ടേക്ക് കയറി വന്നത്. മേഘ കയറി വരുമ്പോൾ തന്നെ ചന്ദ്രികയെ ദേഷ്യത്തോടെയും അമർഷത്തോടെയും നോക്കുകയാണ്. അതുകൊണ്ട് ചന്ദ്രികയും മേഘയെ തന്നെ നോക്കുകയാണ്. മേഘ അപ്പോൾ അതേ സമയത്ത് ചിന്തിക്കുന്നത് ചന്ദ്രിക പറഞ്ഞ വാക്കാണ്. സിദ്ധു സാറിനെ ആരാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. എൻ്റെ അച്ഛനമ്മമാരുടെ ആഗ്രഹം പോലെ തന്നെ സിദ്ധു സാർ എന്നെ തന്നെ കല്യാണം കഴിക്കും. ചന്ദ്രികയെ ദേഷ്യത്തോടെ നോക്കിയതിന് ശേഷം മേഘ പോയി മേഘയുടെ സീറ്റിൽ ഇരുന്നു. പക്ഷേ ചന്ദ്രിക ഇടം കണ്ണിട്ട് മേഘയെ തന്നെ നോക്കുകയാണ്. അപ്പോഴാണ് മനോഹരൻ അതേ ഓഫീസിലേക്ക് കയറി വന്നത്. എന്നിട്ട് വിളിക്കുകയാണ്, മേഘ, എന്നെ കാണാൻ പുറത്തൊരു ക്ലയൻറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, വരാൻ പറയാം അമ്മാവ. ശരി. ആ ക്ലയൻറ്റ് അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ചന്ദ്രിക എണീറ്റ് നിന്ന് നമസ്കാരം സാർ എന്ന് പറയാണ്. പക്ഷേ അദ്ദേഹം ചെയ്തത് മേഘയുടെ അടുത്താണ് പോയത്. എന്നിട്ട് മേഘയോട് പറയണം, നമസ്കാരം മാഡം. മേഘയും എണീറ്റ് എന്ന് പറയാണ്, നമസ്കാരം സാർ, ഇരിക്കൂ സാർ. ശരി. മേഘ തിരിഞ്ഞ് നിന്ന് ചന്ദ്രികയോട് പറയാണ്, സാറ് എൻ്റെ ക്ലയൻറ്റാ. എന്താ സാറ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്? ഞാൻ എൻ്റെ പുതിയ പ്രോജക്റ്റ് നിങ്ങൾക്കാണ് തരാൻ പോകുന്നത്. റിയലി? അതേ മേഘ മാഡം. നിങ്ങളെപ്പോലെയുള്ള വിശ്വാസമുള്ളവരെ ഏൽപ്പിച്ചാൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സമാധാനം ഉണ്ടാവും. എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ കയ്യിൽ കൊടുത്താൽ എന്താകുമായിരുന്നു എന്നുള്ള ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് തരാൻ തീരുമാനിച്ചത്. പറഞ്ഞ ഡേറ്റിൽ സ്റ്റിച്ചിങ് വർക്കെല്ലാം ഫിനിഷ് ചെയ്തിരിക്കണം. ഷുവർ സാർ. ഇതിലൊരു 5 lakhs അഡ്വാൻസ് ഉണ്ട് സാർ. ഇതാ ഈ ചെക്ക് വാങ്ങിച്ചോളൂ. താങ്ക്സ് സാർ. അപ്പോഴേക്കും മനോഹരനും അവിടെ എത്തി. അപ്പം മനോഹരനോട് മേഘ പറയാണ്, അമ്മാവ 5 lakhs ചെക്ക് തന്നിട്ടുണ്ട്, ഇത് അക്കൗണ്ടിൽ ഇട്ടേക്ക്. ശരി മോളെ. അപ്പം ഞാൻ ഇറങ്ങട്ടെ മേഘ മാഡം, നാളെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ സാർ. സാറ് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ഡെലിവറി നടത്തിയിരിക്കും. വളരെ സന്തോഷം. ഞാൻ വരട്ടെ. യു ആർ വെൽക്കം. എന്നിട്ട് ആ ക്ലയൻറ്റ് ചന്ദ്രികയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ചന്ദ്രിക, നിങ്ങൾക്ക് പ്രൊജക്റ്റ് തരാത്തതിൽ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് എടുത്ത് ചെയ്യാൻ കഴിയില്ല. ചന്ദ്രിക എണീറ്റ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സാർ ചെയ്യാൻ പറ്റാത്തത്? കാരണം ഈ പ്രൊജക്റ്റ് ചെയ്തു തീർക്കാനുള്ള ആവശ്യമായ മാൻ പവറും ഇല്ല, അതിനുള്ള മെഷീൻസും ഇല്ല. നിങ്ങളെക്കൊണ്ട് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് തന്നിട്ട് എന്തെങ്കിലും പണി കിട്ടിയാൽ ബിസിനസ്സിൽ എനിക്ക് വലിയ നഷ്ടമുണ്ടാവും. ഇത് നിങ്ങൾ സിദ്ധാർത്ഥ് സാറിനോട് പറഞ്ഞേക്കണം. താങ്ക് യു എന്ന് പറഞ്ഞ് പോവാണ്. അത് കഴിഞ്ഞ് മേഘയോട് വരട്ടെ മാഡം. മേഘ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ, നിനക്ക് പ്രൊജക്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതുകൊണ്ട് ഷോക്കായിപ്പോയോ? ഇതുപോലെ ഇനിയും എത്ര ഷോക്കുകൾ കാണാൻ കിടക്കുന്നു? ഇതൊരു ചെറിയ സാമ്പിളാണ്. ഇനിയും വലിയ വലിയ ഷോക്കുകൾ നിന്നെ കാത്തിരിക്കുക. നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്താ മേഘ, നിനക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലേ? എൻ്റെ അച്ഛനമ്മമാർ സമ്പാദിച്ച സ്വത്ത് അവർ പോലും അറിയാതെ പറ്റിച്ച് എഴുതി വാങ്ങി. സിദ്ധു സാറ് കൂട്ടിക്കൊണ്ടുവന്ന ക്ലയൻറ്റിനെ
നീ ഇപ്പോൾ നിന്റെ ഭാഗത്ത് ആക്കി. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാനേ നിനക്ക് അറിയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നീ വേറെ വല്ല ജോലിക്കും പോകുന്നതായിരിക്കും നല്ലത്. മനോഹരൻ ഇതൊക്കെ കേട്ടിട്ട് പറയാണ്, മേഘ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ചന്ദ്രിക അപ്പോൾ മനോഹരനോട് പറയാണ്, ഹലോ മിസ്റ്റർ മനോഹരൻ, ഇത് എൻ്റെ ക്യാബിനാ. ഇവിടെ വന്ന് അവള് ഇവള് എന്നൊക്കെ മര്യാദയില്ലാതെ സംസാരിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. നോക്ക് മേഘ, നിൻ്റെ അമ്മാവനാണെങ്കിൽ അത് വീട്ടിൽ വെച്ചേക്കണം. അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയാൽ സെക്യൂരിറ്റിയോട് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് പുറത്താക്കും ഞാൻ. കണ്ടില്ലേ കണ്ടില്ലേ, നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവൾ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്. നീ എൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളുന്നോ? അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? വരിക അപ്പം തന്നെ വെല്ലടിച്ചു. എന്താ മാഡം? ഒന്നുമില്ല, റൂമിൽ ശല്യം കൂടുതലാണ്, ഇതിൻ്റെ മരുന്നടിച്ചേക്കണം. ഓക്കെ പറയാം മാഡം. മനോഹരൻ, നിനക്ക് ഇത്രയേ ഉള്ളൂ ബഹുമാനം. കേട്ട് മേഘ, ഏയ് എന്താടി, നീ ഒരുപാട് ഓവറാവുന്നുണ്ടല്ലോ. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അമ്മാവനെ അപമാനിച്ച് സംസാരിക്കുന്നോ? എന്നിട്ട് ചന്ദ്രിക പറയാണ്, നീ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ നിനക്ക് വേറെ രീതിയിൽ ഞാൻ പണിതരും. ഇനി നീ എന്നെ പഴയ ചന്ദ്രികയായി കാണണ്ട. ഞാൻ മാറിയിട്ട് കുറച്ച് നാളായി. അധ്വാനിച്ച് സമ്പാദിക്കാതെ നിനക്ക് ഇത്രയും അഹങ്കാരമുള്ളപ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എനിക്ക് എത്ര അഹങ്കാരം ഉണ്ടാവണം? നിനക്ക് ഈ പ്രോജക്റ്റ് വേണമെങ്കിൽ തട്ടിപ്പറിക്കാം, പക്ഷേ ഇതൊന്നും കണ്ട് ഞാൻ തളരില്ല. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇതിലും വലിയ പ്രോജക്റ്റ് ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി നേടിയെടുത്തിരിക്കും. നമുക്ക് കാണാം, ഉറപ്പായിട്ടും കാണും. അതോടെ നിൻ്റെ അഹങ്കാരവും അവസാനിക്കും. ചന്ദ്രിക സീറ്റിൽ നിന്നും എണീറ്റ് മേഘയുടെ അടുത്ത് പോയിട്ട് പറയാണ്, മേഘ, നീ ഈ ചന്ദ്രികയെ വെറുമൊരു വേലക്കാരി മാത്രമായിട്ടായിരിക്കും കണ്ടിട്ടുള്ളത്, എന്നാൽ ഒരു എതിരാളിയായിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇനി മുതൽ നീ അത് കാണും. മനോഹരൻ അത് കേട്ട് പറയാണ്, ഏയ് മേഘയോടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചന്ദ്രിക അപ്പം തന്നെ ചുണ്ടിൽ കൈവച്ചിട്ട് പറയാണ്, മര്യാദയെല്ലാം ഒരാളുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് ഉണ്ടാവുന്നത്. തനിയെ വരണം. എന്നാൽ എനിക്ക് നിങ്ങളുടെ രീതികളൊക്കെ കാണുമ്പോൾ ചിരിയാ വരുന്നത്. ഇനി മുതലാണ് ജീവിതത്തിൽ നിങ്ങളൊക്കെ നന്നായി കഷ്ടപ്പെടാൻ പോകുന്നത്. മേഘയെ നോക്കിയിട്ട് പറയാണ്, അതിനായി തയ്യാറെടുത്തിരുന്നോളൂ. ചെല്ലട്ടെ. ചന്ദ്രിക നല്ല ദേഷ്യത്തോടെയും അമർഷത്തോടെയും സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് പോയി. അപ്പോൾ മനോഹരൻ മേഘയെ നോക്കുകയാണ്. ചന്ദ്രികയിൽ നിന്നും മേഘ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മേഘ സ്തംഭിച്ച് ഇരിക്കുകയാണ് ചന്ദ്രികയുടെ സംസാരം കേട്ടിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് അവിടെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ്, 30 ലക്ഷം കമ്പനിക്ക് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയാണ്, കമ്പനിക്ക് വേണ്ടി ലോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. മഹേന്ദ്രൻ സാറ് കമ്പനിയുടെ പേരിലല്ല, എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. നീ തന്നെ. മേഘ അത് വാങ്ങിച്ചിട്ട് പറയാണ്, കമ്പനിയുടെ പേരിൽ വാങ്ങിച്ചാൽ മാത്രമേ കമ്പനിക്ക് തരാൻ പറ്റുള്ളൂ. മേഘ പറയാണ്, മഹേന്ദ്രൻ സാറ് പേഴ്സണലായിട്ട് എടുത്തതാണ്, ഇത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞിട്ട് മേഘ ഒന്ന് ഞെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയതായിട്ട് എന്താ വരാൻ പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.